ഹാപ്പി ഈസ്റ്റർ. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇക്കഴിഞ്ഞ നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ കുരിശിലേക്ക് നോക്കി ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ടുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായല്ലോ. ഇന്ന് ഈ ഉയർപ്പ് തിരുനാൾ ദിവസം ഈശ്വര ഉദ്ധാനത്തിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുന്നതിനെ കുറിച്ചുള്ള ലളിതമായൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കൊരിന്തോസ്യർക്ക് 1 ലേഖനം 15 അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം എഴുതുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അത് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ്. ഈശോയുടെ ഉയർപ്പിൽ പങ്കുചേർന്നുള്ള ജീവിതമായിട്ടാണ് വിശുദ്ധ പൗലോസ് മാമോദീസ എന്നുള്ള കൂദാശയെ വ്യാഖ്യാനിക്കുമ്പോൾ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുക. ഈശോയോടൊപ്പം പാപത്തിന് മരിച്ച് അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേർന്നുള്ള ഉത്ഥിതന്റെ ശക്തി അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഈ ഉത്ഥാന ശക്തി നമ്മിൽ നിറയുന്നതിന് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നമ്മളും അനുഭവിക്കുന്നവരാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ ഉത്ഥാന ശക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കാത്ത മേഖലകൾ എന്തൊക്കെയാണ്? അത് ഈശോയുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ സുവിശേഷങ്ങളിൽ നൽകുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദരും റോമൻ പടയാളികളും ഇപ്രകാരം ചിന്തിക്കുകയാണ്: ഈശോയുടെ കാര്യം കഴിഞ്ഞു, ഇനി ഇവന്റെ കഥ പൂർണ്ണമായും തീരുന്നതിന് വേണ്ടി ഇവനെ അടക്കിയ കല്ലറ മുദ്രവെക്കുകയും കാവലിന് പടയാളികളെ ഏർപ്പെടുത്തുകയും അവന്റെ കല്ലറയുടെ കവാടം വലിയൊരു കല്ല് ഉരുട്ടിവെച്ച് ഭദ്രമാക്കുകയും ചെയ്താൽ പിന്നെ ഈശോയുടെ കാര്യം അവസാനിച്ചു എന്നവർ ചിന്തിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ച് പോലുമുള്ള ഭൗമികവും മാനുഷികവുമായ ചിന്താഗതികളുണ്ട്. ഞാൻ ചിന്തിക്കുന്ന വഴികളിലൂടെ ഞാൻ കരുതിയതുപോലെ ഈ ലോകത്തെയും ദൈവത്തെയും നോക്കിക്കാണാനായിട്ടുള്ള മനുഷ്യന്റെ പരിശ്രമം. എന്നാൽ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യൻ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് കടന്നു വന്ന് തന്റെ ഉത്ഥാന ശക്തി പ്രകടിപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. കല്ലറ മൂടിയിരുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായും അതിന് വെച്ചിരുന്ന മുദ്ര തകർക്കപ്പെട്ടതായും പടയാളികൾ ബോധരഹിതരായതായും സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഈശ്വര ഉത്ഥാന ശക്തി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരെ നയിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉത്ഥാനം ക്രിസ്തു ശിഷ്യർക്ക് വലിയ പ്രതീക്ഷയും പ്രകാശവും പകർന്നു നൽകുകയാണ്. കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ അന്ധകാരത്തിലേക്ക്, ജീർണതയിലേക്ക് പോകുമെന്ന് ലോകം കരുതിയപ്പോൾ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള സങ്കീർത്തന പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ മരണത്തെയും മാനുഷികമായ കണക്കുകൂട്ടലുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉത്ഥിതനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ മിശിഹ നമ്മൾ ഓരോരുത്തരിലും ഉയർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ചിന്തയും അവിടുത്തെ ഉത്ഥാന ശക്തിയും ഇതാണ്. ജീവിതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് പോലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള മാനുഷികമായ കണക്കുകൂട്ടലുകളും പരിമിതമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഈ ജീർണതയ്ക്ക്, ഈ കാഴ്ചപ്പാടുകളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ജീർണതയിലേക്ക് പോകും. എന്നാൽ മാനുഷികമായ കണക്കുകൂട്ടലുകളെ അതിശയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പ്രകാശപൂർണമായ, സന്തോഷം നിറഞ്ഞ, സ്വാതന്ത്ര്യമുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഉത്ഥിതനായ മിശിഹ ഈ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ മരണത്തെയും നിയമത്തെയും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ മുഴുവൻ പരാജയപ്പെടുത്തി പ്രകാശത്തിന്റെ പുതിയ പാത നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ജീവിതത്തെക്കുറിച്ചുള്ള പ്രകാശത്തിന്റെ, സത്യത്തിന്റെ, സന്തോഷത്തിന്റെ, നഷ്ടപ്പെട്ടു പോകാത്ത സമാധാനത്തിന്റെ, യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈ പ്രകാശം സ്വീകരിക്കാൻ
നിങ്ങൾ ഓരോരുത്തരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ മിശിഹ നിങ്ങളെ സമൃദ്ധമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിലെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.